ഡോക്ടർ ഇന്നത്തെ പൊതുവേ ഉള്ളൊരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഫുഡിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞാലും വൈകുന്നേരമാകുമ്പോൾ ഒരു മന്തിക്കടയോ അല്ലെങ്കിൽ ഒരു ഷവർമയോ ഒക്കെ കഴിക്കാതെ ശരിക്കും കടന്നു പോകാതിരിക്കാൻ കഴിയില്ല. മേ ബി ഈ ഒരു കർക്കിടക മാസത്തിൽ നോൺ വെജിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം? മേ ബി നോൺ വെജ് കഴിക്കാതിരിക്കണോ, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഒരുപക്ഷെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഒരു ദിവസമെങ്കിലും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഈ കഴിവതും ഈ മാംസാഹാരങ്ങൾ ഈ സമയത്ത് ദഹനത്തിനെ അത് ബുദ്ധിമുട്ടിക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ച് ഈ മാംസാഹാരങ്ങൾ ഈ കഴിക്കുന്ന സമയത്ത് വയറ്റിന് എണ്ണക്കേടുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അത് ബുദ്ധിപരമായ രീതിയിൽ ഉപയോഗിക്കുക മാംസാഹാരം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം കൂടുതൽ നമ്മൾ പറഞ്ഞു വെജിറ്റേറിയൻ വെജീസിനൊക്കെ നല്ല രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ഈ സമയത്തുണ്ട്, ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ബീഫ്, ഞണ്ട്, കൊഞ്ച്, കക്ക, മസാല ഐറ്റംസ് ഇതെല്ലാം കൂടുതൽ മസാല ആവശ്യമായി വരും. അപ്പോൾ അത് വയറിൻ്റെ നമ്മുടെ pH ലെവലിൽ മാറ്റങ്ങൾ വരുത്താൻ സംഭവിക്കുകയും ദഹനത്തിനെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഈ മത്സ്യം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള മാംസങ്ങളുള്ള മീനുകൾ ഉണ്ടല്ലോ, ചൂട, കായൽ മീൻ, പൊടി മീൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. അത് പച്ചത്തേങ്ങയൊക്കെ അരച്ചിട്ടായിരുന്നു പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അത് മുളക് കറിയിലേക്ക് മാറിയപ്പോഴാണ് കുഴപ്പങ്ങൾ പറ്റുന്നത്. അതുപോലെ തന്നെ ചിക്കനൊക്കെ പലപ്പോഴും നമുക്ക് സ്റ്റൂ ടൈപ്പായിട്ട് യൂസ് ചെയ്യാം. അതായത് അതിനകത്ത് പച്ചക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് നമുക്ക് ക്യാരറ്റോ ഇപ്പോൾ കോളിഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുള്ളത്, അതായാലും നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പം ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനും ഈസി ടു ഡൈജസ്റ്റ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വയറിൻ്റെ ഇഷ്യൂ ആയിട്ട് OPയിലേക്ക് ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, അത് അതിൻ്റേതായ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഉച്ച സമയത്ത് എങ്ങാനും വല്ലതും വേണമെന്നുണ്ടെങ്കിൽ വല്ലതും ഉപയോഗിക്കുക. രാത്രി കാലങ്ങളിൽ അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം സൂര്യൻ നമുക്ക് നെയ്യ് ഉരുക്കും ഉച്ചയ്ക്ക്, ചന്ദ്രൻ അത് രാത്രി ഉരുക്കുന്നതിന് ഇച്ചിരി താമസവും. അപ്പോൾ അതാണ് പിന്നെ കൊഴുപ്പുകളൊക്കെ അടിഞ്ഞ് ഫാറ്റി ലിവർ പോലുള്ളതും നമുക്ക് ട്രൈഗ്ലിസറൈഡും നമുക്ക് കൊളസ്ട്രോളിൻ്റെ ഒക്കെ വേരിയേഷൻസ് ഒക്കെ വരുന്നത്. അത്രയേ ഉള്ളൂ.